മൻ റളിയ ബില്ലാഹി റബ്ബൻ, ആരെങ്കിലും റബ്ബിനെ തൃപ്തിപ്പെട്ടാൽ, ഇസ്ലാമിനെ തൃപ്തിപ്പെട്ടാൽ, ആരെങ്കിലും മുഹമ്മദ് നബിയെ തൃപ്തിപ്പെട്ടാൽ, വജബത്ത് ലഹുൽ ജന്ന, അവന് സ്വർഗം നിർബന്ധമായി. ഒരു വാക്കും കൂടി അള്ളാന്റെ ഹബീബ് നബി തങ്ങൾ പറഞ്ഞു, ആര് നേരം വെളുക്കുമ്പോ അനുഭവിക്കുന്ന വേദനകളൊക്കെ മറന്ന് റളിതു ബില്ലാഹി റബ്ബൻ, എനിക്കിന്റെ റബ്ബ് വിധിച്ചതേയുള്ളൂ, ഞാനതിൽ തൃപ്തനാ എന്ന് പറയുകയും വബിൽ ഇസ്ലാമി ദീനൻ, ഞാൻ ഇങ്ങനെ ദീനനുസരിച്ച് ജീവിക്കുന്നത് എന്റെ ഇസ്ലാമാണെന്ന് അവൻ ആശ്വസിക്കുകയും വബി മുഹമ്മദിൻ റസൂല, പ്രവാചകൻ എന്നെ പഠിപ്പിച്ചതേ ഞാൻ ചെയ്യുന്നുള്ളൂ എന്ന ആത്മധൈര്യത്തോടെ അവൻ ആ പ്രാർത്ഥന എന്നും രാവിലെ ചൊല്ലുന്നുണ്ട് എങ്കിൽ നബി തങ്ങൾ പുഞ്ചിരിയോട് ഓർമ്മപ്പെടുത്തി, ഫഅഖദ ബിയദിഹി, നാളെ റബ്ബിന്റെ മഹ്ശറയിൽ അവന്റെ കൈ ഞാൻ പിടിക്കും. എന്തിനു പിടിക്കും? വഉദ്ഖിലൽ ജന്ന, അവനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി കയറ്റാൻ. അത്ര ഗൗരവത്തോടെ ലോകത്തെ പഠിപ്പിച്ച സമാധാനത്തിന്റെ വാക്കാണ് റബ്ബിൽ തൃപ്തിപ്പെടുക. റളിയല്ലാഹു അൻഹും വറളു അൻഹു, സ്വഹാബത്തിനെ പറ്റി റബ്ബ് ഓർമ്മപ്പെടുത്തിയല്ലോ. അവർക്ക് അല്ലാഹുവിനെ ഇഷ്ടായിരുന്നു, അള്ളാഹുവിന് അവരെയും ഇഷ്ടായിരുന്നു. അള്ളാഹുവിന് അവരെ ഇഷ്ടപ്പെട്ടത് എങ്ങനെയാ? പടച്ചോനെ, എന്നോട് എനിക്ക് ഭയങ്കര മുഹബത്തുണ്ട് എന്ന് സ്വന്തം പറഞ്ഞോണ്ടല്ല, വിട്ടുകിട്ടിയപ്പോ അവർ അള്ളാഹുവിന് വേണ്ടി ക്ഷമിച്ചു. പട്ടിണി കിട്ടപ്പോ അവർ അള്ളാഹ്ക്ക് വേണ്ടി ക്ഷമിച്ചു. സാമ്പത്തിക ലാഭം കൂടിയപ്പോ അവർ ഭയം കൊണ്ട് കരഞ്ഞു. ദാരിദ്ര്യത്തിന്റെ പടുക്കുയിൽ വീണപ്പോ അവർ റബ്ബിനെ കുറ്റം പറയാതിരുന്നു. അള്ളാഹു പറഞ്ഞു, വറളു അൻഹു, നിങ്ങൾ ഇന്നെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് എനിക്ക് ഇങ്ങളെയും തൃപ്തിയായിട്ടുണ്ട്, അള്ളാന്റെ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക എന്ന റബ്ബിന്റെ കൽപ്പനയും വരും. ആ ഒരു മാനസിക തൃപ്തിയാണ് പടച്ചോൻ തന്നതിലും അള്ള തരാത്തതിലും നമ്മൾ കാണിക്കേണ്ടത്. എനിക്ക് നൽകാൻ നിശ്ചയിച്ചതൊന്നും ഇന്നെ വിട്ടുപോകൂല, ഒരാൾക്കും അത് തെറ്റിയെടുക്കാനും പറ്റൂല. ഒരുപക്ഷെ കുറ്റം പറയാൻ പറ്റും, കളിയാക്കാൻ പറ്റും. പടച്ചോൻ എനിക്ക് നിശ്ചയിച്ചത് നിന്റെ അടുത്ത് തന്നെ വരും. അതല്ല നിശ്ചയിച്ചത് എനിക്ക് കിട്ടിയപ്പോ അതിന് കുറ്റം പറഞ്ഞവരും പരിഹസിച്ചവരും അവരെ അമലുകൾ കൂടിയാണ് നഷ്ടപ്പെടുത്തുന്നത് എന്ന് ചിന്തിക്കുമ്പോ, അള്ള എനിക്ക് തന്നതിന്റെ പേരിലും തരാത്തതിന്റെ പേരിലും നാട്ടുകാരെന്നെ കുറെ കളിയാക്കിയാലും കുറ്റപ്പെടുത്തിയാലും കുടുംബക്കാരൻ ഞാൻ വലിയ തോൽവിയാന്ന് പറഞ്ഞാലും എനിക്ക് സങ്കടം ഉണ്ടാവാൻ പാടില്ല. പറഞ്ഞോണ്ടതും കൂടി എനിക്ക് കിട്ടി എന്നല്ലാതെ ആഖിറത്തിലേക്ക് ഞാനാ ധനികൻ എന്ന് ചിന്തിക്കുന്ന ഒരു തൃപ്തിയാണ് ഒരു വിശ്വാസിയുടെ ആയുധം, അവന്റെ സമാധാനം. ആ സമാധാനം നേടിയെടുക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.